1-ാം തീയതി കഴിഞ്ഞിട്ട് 4-5 ദിവസമായി. വീട്ടിൽ ഭാര്യയും പിള്ളേരും ഒക്കെ ഉള്ളതാ. ശമ്പളത്തിനാണേൽ 2 ദിവസം കൂടി കഴിയും. അത്യാവശ്യമാണേൽ 2 ടിൻ എണ്ണ എടുത്തോണ്ട് പോകും. എണ്ണയോ? ഈ എണ്ണ കൊണ്ടുപോയി ഞാനെന്തോ എടുക്കാനാ? എല്ലാം തീർത്തു സാർ. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ട്. അധ്വാനിക്കണം കുട്ടി. അധ്വാനിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് വരാൻ കഴിയൂ. മാസം 100 രൂപ കൊണ്ട് എങ്ങനെയാ സാർ ഞാൻ മുന്നോട്ട് വരിക? കുട്ടി, തെരുവ് വിളക്കിന്റെ കീഴിൽ ഇരുന്ന് പഠിച്ചു ഉയർന്നു വന്ന എത്ര മഹാന്മാരുണ്ടെന്ന് അറിയാമോ? ഗംഗാനദി നീന്തിയല്ലേ ലാൽ ബഹദൂർ ശാസ്ത്രി പഠിച്ചത്? പിന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വന്നൂടാ? സാർ, എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. ഗതികേടുകൊണ്ട് പറയാ സാർ, എനിക്കൊരു 200 രൂപ തരണം. 200 രൂപയോ? എണ്ണയുടെ വില ഇപ്പോഴും പൊങ്ങിയിട്ടില്ല. അങ്ങനെ പറയരുത് സാർ, ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. ഇന്നെങ്കിലും വാടക കൊടുത്തില്ലെങ്കിൽ ആ സ്ത്രീ എന്നെ പുറത്താക്കും. ഞാൻ ഈ രാത്രിയിൽ തെളിവ് കിടക്കേണ്ടി വരും. ഊണും ഉറക്കവും ഇല്ലാതെ രാവും പകലും ഞാൻ ഈ സ്ഥാപനം വേണ്ടി പണിയെടുക്കുന്നില്ല സാർ. കുട്ടി, ഈ സ്ഥാപനത്തിലുള്ള എല്ലാരെയും സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഓരോരുത്തരുടെയും ഓരോ ഫയലുകൾ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ഫയലിൽ എന്താണ് എഴുതിക്കണമെന്ന് അറിയാമോ? എന്റെ ക്യാമറയുടെ കാശ് ഈടാകാതെ ഒരു കാരണവശാലും കൃഷ്ണൻകുട്ടിക്ക് മാസം 100 രൂപയ്ക്കപ്പുറം കൊടുക്കാൻ പാടില്ല, എന്ത് പണി ചെയ്താലും. എനിക്ക് ആ വലിയ മനുഷ്യനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇരിഞ്ഞാലക്കുടയിലും തലയോല പറമ്പിലുമുള്ള ഓയിൽ കമ്പനികളിൽ 1.5 മാസമായിട്ട് സമരം നടക്കുകയല്ലേ. അതിന്റെ ഒത്തുതീർപ്പിന് വേണ്ടി യൂണിയൻകാരെ കാണാൻ ടിവിയിൽ പോയിരിക്കുക. മുതലാളി, ഞാൻ എന്ത് ചെയ്യണമെന്ന് മുതലാളി പറഞ്ഞോട്ടെ. എനിക്ക് എതിർക്കാൻ പറ്റില്ല. മുതലാളി എന്റെ ദൈവം, കാണപ്പെട്ട ദൈവം. ഞാൻ മുതലാളിയുടെ ജോലിക്കാരനായപ്പോഴാ യൂണിയൻ സെക്രട്ടറി ആയത്. പൈസ ഭാര്യയെ എന്റെ ഭാര്യ എപ്പോഴും പറയും മുതലാളിയെ കുറിച്ച്. നാളെ മുതൽ ഒരുത്തനും ഇവിടെ സമരം ചെയ്യില്ല. ഞാൻ യൂണിയന്റെ സെക്രട്ടറി ആണെങ്കിൽ ഇവിടെ ഒരുത്തനും സമരം ചെയ്യും. എന്റെ ഭാര്യ എപ്പോഴും പറയും മുതലാളിയെ പറ്റി. വരണം. എന്താ കൃഷ്ണൻകുട്ടി, സുഖമല്ലേ? സുഖമല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനതിനു വേണ്ടി വന്നതാ. ഇരിക്കണം. കൃഷ്ണൻകുട്ടിക്ക് എന്താ ഒരു വിഷമമുള്ള പോലെ? ധൈര്യമായിട്ടിരിക്കൂ. ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ്. ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ്, നിങ്ങളുടേത് മാത്രം. കൃഷ്ണൻകുട്ടി മദ്യപിക്കുവോ? മദ്യപിക്കാം. ഞങ്ങള് ചെറുപ്പമാണ്, ആരോഗ്യം ഇങ്ങനെ നശിപ്പിക്കരുത്. ആരോഗ്യം നശിപ്പിക്കാൻ വേണ്ടിയല്ല, വിശപ്പടക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ കഴിച്ചത്. വല്ലതും നേരെ കഴിച്ചിട്ട് ദിവസങ്ങളായി. നിന്റെ പരാതിയും ദുഃഖമൊന്നും കേൾക്കാൻ എനിക്ക് നേരമില്ല. നേരം കണ്ടെത്തിയേ പറ്റൂ. 100 രൂപ കൊണ്ട് 1 മാസം കഴിയാനുള്ള ശിക്ഷ കൽപ്പിച്ച നിങ്ങളല്ലേ? 1 കിലോ അരിയുടെ വില നിങ്ങൾക്കറിയാം? തുണി കഴുകാനുള്ള സോപ്പിന്റെ വില നിങ്ങൾക്കറിയാം? വെറും വെളിച്ചെണ്ണയുടെ വിലയല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം? എഴുന്നേക്കടാ നായേ. ഇനി നീ ജോലി ചെയ്യണ്ട. നിന്നെ പോലെ 1000 എണ്ണത്തിന്റെ വിലയ്ക്ക് വാങ്ങിക്കാൻ എനിക്ക് പറ്റും. പിന്നൊരു കാര്യം, എന്നോട് സംസാരിക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം. നാളത്തെ പ്രഭാതം നീ കാണണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും.
എനിക്ക് കാശാടോ. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി നാട്ടുകാരുടെ തല്ല് ഞാൻ കൊണ്ടില്ലേ? തന്റെ വെളിച്ചെണ്ണയും കൊണ്ട് രാവും പകലും നാട് നീള ഞാൻ അലഞ്ഞില്ലേ? ഞാൻ എന്റെ ഉള്ളിൽ മുഴുവൻ വിശപ്പാണ്. ഓരോരുത്തന്മാർക്ക് വാരി കോരി കൊടുക്കുന്ന കള്ളിന്റെ കാശെങ്കിലും എനിക്ക് താടോ. ഓരോരുത്തരെ ഒരു ജോലിക്ക് വേണ്ടി തെണ്ടുന്നു. പണി വാങ്ങിച്ച് തരാമെന്ന് വെച്ചപ്പോ നിനക്ക് പോകാൻ പറ്റൂല അല്ലേ? കുട്ടികളെ ഞാൻ ആ കുട്ടി എങ്ങോട്ട് തല്ലല്ലേ? അറിയാവടി, എനിക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാ നീ ബോംബയ്ക്ക് പോകാത്തെന്നും എനിക്കറിയാം. എന്താണോ ഞാൻ വാടക കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ പൊതിഞ്ഞാട്ടി കൈ വെച്ചു. മുറി ഞാൻ വേറെ ആണുങ്ങൾക്ക് കൊടുത്തു. സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഓടോ, നിനക്ക് സാറിന്റെ കൂടെ പോണോ അല്ലേടി? നീ ആരുടെ കൂടെ പോണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അവിടെ ഒരു സാറ് വന്നിരിക്കുന്നു, പുതിയ ഒരു സാറ്. അവർക്ക് സാറിന്റെ കൂടെ പോണം പോലും. എനിക്ക് ബോംബെക്ക് പോകണ്ട, ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. പോലെ സാറേ, എനിക്ക് ആരുമില്ല. ഒരു സോഡ. ചേട്ടാ, ആൾക്കാർ വായിച്ചറിഞ്ഞ പേപ്പറും കള്ളു കുടിച്ചറിഞ്ഞ കാലി കുപ്പിയും കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. പക്ഷേ ചേട്ടനെ പറ്റിയ അബദ്ധം, ചേട്ടൻ ഈ മദ്യവും പേപ്പറും സ്വന്തമായി ഉണ്ടാക്കാൻ ശ്രമിച്ചതിലാണ്. കണ്ടില്ലേ ചേട്ടാ, മാതൃഭൂമി, മനോരമയും ദേശാഭിമാനിയെല്ലാം കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. നമുക്കിതൊന്നും സ്വന്തമായി ഉണ്ടാക്കാനുള്ള ശേഷി ദൈവം തന്നിട്ടില്ല. മുതലാളിമാർ പശുവിന്റെ പാല് വെച്ചോട്ടെ, നമുക്ക് ചാണകം കൊണ്ട് ജീവിക്കാം. ചേട്ടൻ അറിയാമോ, ഇന്ന് എന്റെ കീഴിൽ 100ഓളം ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. വിളിച്ചത് എന്നെ? നമസ്കാരം. ആ നമസ്കാരം. എന്താ ഈയിടെ കുപ്പികളൊക്കെ വളരെ കുറവാണല്ലോ? 2 ലോഡ് പോകേണ്ട സമയമായി. എന്താ കള്ളുടിമാരുടെ എണ്ണം കുറഞ്ഞോ? കള്ളുടിമാരുടെ എണ്ണം കുറഞ്ഞിട്ടൊന്നുമില്ല. കള്ളുടിമാരെ ഇപ്പൊ കുപ്പിയുടെ വിറ്റിട്ടാ കള്ളു കുടിക്കുന്നത്. അതൊന്നും പറയാൻ പറ്റില്ല, ഒന്ന് ഉഷാറായാ പറ്റൂ. നാളെ യശസ്വന്തിയുടെ മോടെ കല്യാണം, അവിടെ കുപ്പികളുടെ ഒരു മേളമാണെന്ന് അറിവ്. ഞങ്ങൾ അങ്ങോട്ട് പോവാ. ആ ശരി ശരി. ആ നീ പോകുന്നതിന് മുമ്പ് കുപ്പികളെല്ലാം തിരിഞ്ഞു ഇറക്കി വെച്ചിട്ട് പോകണം. ചേട്ടാ, പണ്ട് എനിക്ക് മുതലാളിന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്നെ പലരും മുതലാളിന്ന് വിളിക്കുമ്പോൾ എനിക്കത് കേൾക്കാൻ ഒരു സുഖമുണ്ട്. നമുക്കെല്ലാവർക്കും മുതലാളിമാരാണ്ടേ? ഞാനും ഒരിക്കലും ഒരു മുതലാളിയാവും. ഹലോ, അതെ, എത്ര ലോഡ്? മഴ ആയതുകൊണ്ട് ചാക്കുണങ്ങാൻ ഇത്തിരി താമസമുണ്ട്. ആ ശരി. മുതലാളി, ഇന്നലെ വരെയുള്ള കണക്കെല്ലാം എഴുതി തീർത്തു. ഇനി ഞാൻ പോകട്ടെ. നാളെ നേരത്തെ വരണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിത്തരണം. എന്നെ ഇങ്ങനെ പിടിയരുത്. ദേ, പണം മുടക്കുന്നവൻ മുതലാളിയും പണി എടുക്കുന്നവൻ തൊഴിലാളിയുമാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ പോണം. എന്നെ മനസ്സിലായില്ലേ?
മിസ്റ്റർ സദാനന്ദൻ, നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. സൂക്ഷിച്ചു നോക്കൂ. അയ്യോ, സദാനന്ദൻ അല്ലയാ പോയത്? ആ, കാലം മാറി, കഥ മാറി. ആ, അത് പോട്ടെ. ചേട്ടാ, എനിക്കൊരു പത്രം തുടങ്ങണം. ബോംബെയിലും കൽക്കത്തയിലുള്ള എന്റെ ബിസിനസ് സുഹൃത്തുക്കൾ പറഞ്ഞു ഒരു പത്രം തുടങ്ങാൻ. വായിച്ചു തീർന്ന മണമില്ലാത്ത പത്രങ്ങൾ വിറ്റ് എനിക്ക് ഒരു പുതിയ മണമുള്ള ഒരു പുതിയ പത്രം തുടങ്ങണം. ചേട്ടനായിരിക്കും എന്റെ പത്രാധിപർ. ഇപ്പൊ എന്റെ കാശുണ്ട്, ചേട്ടന്റെ കഴിവുണ്ട്. എന്തു പറയുന്നു? എന്താ ചേട്ടാ വല്ലാതെ? ഇപ്പോഴും ചേട്ടന്റെ മുഖത്ത് പ്രശ്നമാണല്ലോ പണ്ടത്തെ പോലെ. ഗണേശ, എന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? എന്ത് പ്രശ്നം? ഇതാണ് ഗണേശ ആ കുട്ടിയുടെ ചുറ്റുപാട്. ഞാൻ ഏറ്റു. ആ കുട്ടിയെ ഞാൻ രക്ഷിക്കാം. പക്ഷെ രക്ഷിച്ചാൽ ചേട്ടൻ എന്ത് ചെയ്യും? അവൾ രക്ഷപ്പെട്ടാ മതി. എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആ, എന്നാ പിന്നെ വിട്. തേങ്ങ എറിഞ്ഞാൽ പൊട്ടണം, അല്ലെങ്കിൽ അറിയാൻ പോരുത്. ആ കുട്ടിയെ രക്ഷിച്ചാൽ ചേട്ടൻ ഏറ്റെടുക്കാം. ഏറ്റെടുക്കാം. എങ്കിൽ മുത്തു ബോംബെയിൽ പോവില്ല. ഇന്ന് എന്റെ കയ്യിൽ അതിനുള്ള ആൾക്കാരുണ്ട്. ചേട്ടൻ അറിയാമോ? ജഗമ്മ എന്റെ പണിക്കാരിയാ. 4 ഒത്താണുങ്ങൾ ചേരുന്ന ബലമാ അവർക്ക്. 3 കുത്തുകേസിലെ പ്രതിയുമാ. കേശവനെ കണ്ട രോഗിയാണെന്ന് തോന്നുന്നു. പക്ഷെ ആള് മർമാണിയാ. കേശവൻ മർമ്മ നോക്കി തല്ലിയാലുണ്ടല്ലോ. 3 വർഷമായിട്ട് എനിക്ക് മമ്മനെ അറിയാം. എനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും അവൻ തയ്യാറാണ്. ടൗണിലെ 1-ാം നമ്പർ കേടിയാ. ഗുണ്ടുപണി. അവന്റെ ശരീരമേ ചെറുതുള്ളൂ, പക്ഷെ മനസ്സ് വലുതാ. എന്തെന്ത് അവസരങ്ങളിൽ അവൻ എനിക്ക് വിവരിച്ചിട്ടുണ്ടെന്നോ? ചേട്ടാ, ഇവരുടെയൊക്കെ വേഷമേ മുഷിഞ്ഞിട്ടുള്ളൂ. മനസ്സ് ശുദ്ധമാണ്, പരിശുദ്ധമാണ്. അമ്മൻ കോവിലിന്റെ ഉത്സവല്ലേ? വരട്ടെ.